സാർ, ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് കശ്മീരി ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്, അവരുടെ തന്നെ ടെലഗ്രാമിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഞങ്ങൾക്ക് എല്ലാ സഹായം നൽകുന്നത് പാകിസ്ഥാനിലെ കമാൻഡോകളാണ്, ഞങ്ങളുടെ പൂർണ്ണ സംരക്ഷണം ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മൾ പറയുന്ന ഈ ഭീകരവാദികളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ യൂണിഫോം ഇടാത്ത പട്ടാളക്കാരാണ്. ഇതിനെ ശരിവെക്കുന്നില്ല ഇയാളുടെ ഈ വെളിപ്പെടുത്തൽ. അല്ല, അതിനകത്ത് മറ്റൊന്നും കൂടിയാണ് പറയണത്. പാകിസ്ഥാൻ്റെ വേറൊരു തരത്തിലുള്ള യൂണിഫോം ഇട്ട പട്ടാളക്കാരാണ് ഇവർ. കാരണം ഈ കശ്മീരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനും ശ്രദ്ധിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഭീകരവാദികളായി മാറി ആയുധമെടുത്ത് സമരം ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ പ്രവർത്തനങ്ങളില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷിക്കപ്പെടില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ കമാൻഡോകൾ, ആർമി കമാൻഡോകൾ, പാകിസ്ഥാനിലെ പട്ടാള കമാൻഡോകൾ ഇവർക്ക് സുരക്ഷ കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം ഇവരാണിത് ചെയ്യുന്നത്. പിന്നെ അവർ ഇന്ത്യക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനയാണ്. അത് പരമകാരുണികനായ അല്ലാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് കശ്മീരി ഇത് ചെയ്യുന്നത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഇന്ത്യയെ തകർക്കണം എന്ന്. ഇന്ത്യ തകർക്കപ്പെടേണ്ട ഒരു സാമ്രാജ്യമാണ്, ഒരു രാജ്യമാണ്. അപ്പോൾ ആ തകർക്കപ്പെടേണ്ട രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് JEM എന്ന് പറയുന്നത്. അവരുടെ ദൗത്യം അതാണ്. ആ ദൗത്യം അവരെല്ലായിടത്തും ഉറി, പത്താൻകോട്ട് ആക്രമണത്തിലൊക്കെ അവരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് ഇനിയും തുടരുമെന്നും ആ തുടർച്ചയിലൂടെ ഇന്ത്യയെ എന്തെന്നേക്കുമായിട്ട് നശിപ്പിക്കും എന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ നശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തീവ്രവാദികളുടെ സംരക്ഷണം അവർ കൊടുക്കുന്നതുകൊണ്ടാണ്. ലോകത്ത് ഏത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ടോ ആ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കെല്ലാം അഭയം നൽകിക്കൊണ്ട് അവർക്ക് ആളും അർത്ഥവും നൽകി അവരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുണ്ടകളെ സംരക്ഷിച്ച് നിർത്തുന്ന പഴയകാല കക്ഷികളില്ലേ, അവരവസാനം ഈ ഗുണ്ടകളെ കൊണ്ട് തന്നെയാണ് അവർ മരിക്കാറുള്ളത്. പാകിസ്ഥാൻ അതേ വിധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പോയിട്ട് സൗദി അറേബ്യയുമായിട്ടൊരു കരാറിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞ് സൗദിക്കത് പറ്റിയ സംഭവമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആധുനിക കാലത്ത് വിശേഷിച്ചും 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിലാണ് വിശേഷിച്ചും വന്നത്. 20-ാം നൂറ്റാണ്ടിൽ പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി, ഒരു ധന സ്രോതസ് വന്ന് ഈ രാജ്യത്തെ ശക്തമായി വന്ന സന്ദർഭത്തിൽ ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി വഹാബിസം പ്രചരിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന രാജ്യമാണ് സൗദി അറേബ്യ. വഹാബിസമാണ് അവരുടെ സിദ്ധാന്തം. വഹാബ് എന്ന് പറയുന്ന മൊല്ലാക്ക, അദ്ദേഹം ഒരു മൗലവിയായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നതാണ് പ്യുവർ ഇസ്ലാം എന്നാണ്, ബാക്കിയൊക്കെ ഇംപ്യൂർ ഇസ്ലാമാണ്. ആ പ്യുവർ ഇസ്ലാം ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹലാൽ ഫുഡ് വേണം, ഹലാൽ ഭക്ഷണം വേണം, ഹലാൽ വസ്ത്രം വേണം, ഹലാൽ പാർപ്പിടം വേണം, ഹലാൽ മരുന്ന് വേണം, ഹലാൽ വിദ്യാഭ്യാസം വേണം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും ഹലാലായി നിറവേറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരു വഹാബിൻ്റെ സങ്കല്പത്തിലുള്ള, വഹാബിസ്റ്റ് സങ്കല്പത്തിലുള്ള ഒരു ക്ഷേമരാജ്യം വരിക. അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ പർദ്ദ കൊണ്ടുവന്ന് വെച്ചത്. പർദ്ദ കേരളത്തിൻ്റെ ഒരു വസ്ത്രമല്ലല്ലോ. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഇസ്ലാമിക സംഘങ്ങളും ഇത് ചെയ്തിരുന്നില്ല. പക്ഷേ നമ്മുടെ ഇസ്ലാമിക വിഭാഗങ്ങൾ, ഞാനൊന്ന് എൻ്റെ ചെറുപ്പത്തിൽ, ഞാൻ മുസ്ലിം സ്കൂളിലൊക്കെയാണ് പഠിച്ചത്, എൻ്റെ ചെറുപ്പത്തിൽ അവിടെ ആരും പർദ്ദയിട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പർദ്ദ ഒരു ഇസ്ലാമിക വസ്ത്രമാണെന്നും പർദ്ദയാണ് യഥാർത്ഥത്തിലുള്ള ഹലാലായ വസ്ത്രമെന്നും ആ ഹലാലായ വസ്ത്രത്തിന് ഹലാലായ രീതിയിലുള്ള ജീവിത രീതി ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 80 തുടങ്ങിയാണ് ഇവിടെ അത് വന്നത്.
അത് ഇവിടെ ഇറക്കുമതി ചെയ്ത് അത് ജനകീയമാക്കി മുസ്ലിങ്ങൾക്കിടയിൽ മാറ്റുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരാണ് ഹലാൽ ഭക്ഷണം എന്നുള്ളത്. ഞാനൊന്നും ചെറുപ്പത്തിലെ ഹലാൽ ഭക്ഷണം എന്നുള്ളതൊന്നും കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഏറ്റവും പ്രസിദ്ധമായ, കൊച്ചി നഗരത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധമായ 2 മുസ്ലിം ഹോട്ടലുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒരെണ്ണം ഹോട്ടൽ കൊളംബോ, ആശുപത്രി ജംഗ്ഷനിലുണ്ടായിരുന്നതാണ് കൊളംബോ ഹോട്ടൽ എന്ന് പറയാം. 2 സിലോൺ ബേക്ക് ഹൗസ്. രണ്ടും കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട പേരുകളല്ല. ഇത് 2 പേരും നടത്തിയിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. അവരാരും അവിടെ ഹലാൽ ഭക്ഷണം കൊടുക്കുന്നുവെന്ന് എഴുതി വച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഹലാൽ ഭക്ഷണം എന്നുള്ളത് കാര്യം ജനകീയമാക്കി തീർക്കുന്നത് 1980 ശേഷമാണ്. അത് ജനകീയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് ഈ വഹാബിസത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. വഹാബിസത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് റംസാൻ കാലത്ത് അവിടെ കഞ്ഞി കുടിക്കുന്നവരോ വെള്ളം കുടിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ എല്ലാം ഈ മലപ്പുറത്ത് മുസ്ലിങ്ങൾ തല്ലി തുടങ്ങിയത് ഈ വഹാബിസത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, സൗദി അറേബ്യയിൽ റംസാൻ കാലത്ത് ആരെങ്കിലും പൊതുനിരത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ അവിടുത്തെ പോലീസുകാർക്കൊരു പേരുണ്ട്, എന്താ മുത്തവല്ലി എന്നാ, അവൻ വന്നിട്ട് തല്ലും. സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്യും. സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്യും. ആ സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്യുന്ന കാര്യം കേരളത്തിലും നടപ്പാക്കണം. അങ്ങനെ നടപ്പാക്കി തുടങ്ങിയ ഒരു ജില്ലയുടെ പേരാണ് മലപ്പുറം. ഇതൊക്കെ ഇവർ പൂഴ്ത്തി വെച്ചേക്കാണ്. അതൊന്നും അവർ പറയില്ല. അതൊക്കെ ഇങ്ങനെ ഇത് പറയും. നിങ്ങൾ റംസാൻ കാലത്തൊന്ന് മലപ്പുറം ജില്ലയിൽ കൂടി സഞ്ചരിച്ച് നോക്കും. ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, അനുഭവത്തിരുന്നാണ് പറയുന്നത്. അവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്. അതുപോലെ ഈ ഇതുണ്ടല്ലോ, ഈ ഒരു കാൽസറായി എന്താണ് അതിൻ്റെ ഈ പള്ളിയിലെ അച്ഛൻ്റെ ലോഹ പോലത്തെ ഒരു വസ്ത്രം ഉണ്ടല്ലോ. അച്ഛന്മാർ പോലും ആ ലോഹ ഇടുന്നതെന്ന് വെച്ചാൽ, ലോഹ ഇടുന്നത് പള്ളിയിലെ കുർബാന നടക്കുന്ന സമയത്തും ബാക്കി സന്ദർഭങ്ങളിലുമാണ്. തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ അവരാരും ലോഹ ഇട്ട് പണിയെടുക്കാറില്ല. അവർ പണിയെടുക്കുന്നവരുമാണ്, അവർ പണിയെടുക്കാറില്ല. പക്ഷേ അത് കാരണം അറബിയിൽ ആ വസ്ത്രം എന്ന് വെച്ചാൽ ഈ മണൽക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വസ്ത്രമാണ്. ശരീരം മൊത്തം മൂടിക്കിടക്കണം. ശരീരം മൊത്തം മൂടിക്കിടക്കണം. ആ വസ്ത്രം ഇട്ട് നടക്കുന്നവരെ നിങ്ങൾക്ക് മലപ്പുറത്ത് എന്നാൽ കാണാൻ കഴിയും. കടുത്ത ചൂടിലും ആ വസ്ത്രം ഇട്ടിട്ട് അത് ആ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ല, ഏതാണ്ട് ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് സുൽത്താനായിട്ട് താൻ വാഴയാണ് എന്നൊരു സന്തോഷത്തോടും കൂടിയിട്ടാണ് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് ഇയാൾ നടക്കുന്നത്. അതിൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി അവൻ്റെ മുഖത്ത് കാണാനും പറ്റും. ഞാൻ ഇങ്ങനെ വ്യത്യസ്തനാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹലാൽ വസ്ത്രം കൊണ്ടുവന്നു. ഹലാൽ നിറമുണ്ട്, ഹലാൽ നിറം. അതാണ് ഹലാൽ നിറത്തിന് ഈ പച്ച നിറം ഹലാലിൻ്റെ നിറമായിട്ട് മാറി. അത് എങ്ങനെ മാറി എന്നുള്ള കാര്യം എനിക്കറിയില്ല. മഹാവൃത്തിയായിട്ടൊരു കളറുമാണത്. ഇങ്ങനെ അടിച്ചു വെക്കും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതൊരു ഇവിടെ കേരളത്തിൽ ഇത്രയേറെ പച്ചപ്പുള്ളത് കൊണ്ടേ വേറൊരു പച്ച കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്നാൽ അത് എടുത്തു കാണിക്കില്ല. ആ പച്ച നിറം മോശമായിട്ടല്ല, കേരളത്തിൻ്റെ അന്തരീക്ഷം വേറൊരു തരത്തിലാണ്. നിറങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടുന്നത് എപ്പോഴും അതിൻ്റെ കോണ്ടെക്സ്റ്റ് വരുമ്പോഴല്ലേ. അല്ലാതെ നിറങ്ങൾ എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഓരോ നിറത്തിനും പ്രാമുഖ്യം വരുന്നത് ഒരു കോണ്ടെക്സ്റ്റിൽ അത് വരുമ്പോഴാണ്. ആ കോണ്ടെക്സ്റ്റിൽ ഈ നിറങ്ങൾ കൊണ്ടുവരിക, ഹലാൽ ഫ്ലാറ്റുകൾ കൊണ്ടുവരിക, ഹലാൽ വ്യവസായം കൊണ്ടുവരിക. അങ്ങനെ ഈ ഹലാൽ എന്ന് പറഞ്ഞ സംഗതി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് വഹാബിസ്റ്റുകൾ. ആ വഹാബിസ്റ്റുകളുടെ ഉത്ഭവ കേന്ദ്രമാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യ എന്നും ഇസ്ലാമിക തീവ്രവാദത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് അവർ. സാർ, അപ്പോൾ ഇതേ തീവ്രവാദികളല്ലേ ഈ ലഷ്കർ ഇ തൊയ്ബക്കാർ തന്നെയല്ലേ ഉറി, പത്താൻകോട്ട് തുടങ്ങിയ ആക്രമണങ്ങളിൽ പങ്കെടുത്ത് വെല്ലുവിളിച്ചത്? അതെ. അപ്പോൾ അവർക്ക് പാകിസ്ഥാൻ ഭരണകൂടം അല്ലെങ്കിൽ സൈന്യം പൂർണ്ണമായി പിന്തുണ നൽകുന്നു, പരിശീലനം നൽകുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജിഹാദ് നടത്തുക. പാകിസ്ഥാൻ അതിൻ്റെ ഉത്ഭവത്തിന് ശേഷം ഇന്ന് വരെ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം നിർത്തിയിട്ടില്ല. അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തവണ പോലും ജയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ജയിക്കേണ്ടവർക്ക്, പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ പാകിസ്ഥാൻ തന്നെ പലതായിട്ട് ചെതറിപ്പോയി. ബലൂചിസ്ഥാൻ പോകുന്നു, പിന്നെ മറ്റേന്താണ് റാവൽപിണ്ടി പ്രദേശം പോകുന്നു, അതിൻ്റെ ഇപ്പുറത്തുള്ള പ്രദേശം പോകുന്നു, പലതായിട്ട് ചെതറിപ്പോവുകയാണ്. അങ്ങനെ ചെതറിപ്പോകുന്ന സമയത്തും അവർ നേരെ പോയിട്ട് സൗദി അറേബ്യയോട് പറയുന്നത്, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാനുള്ള കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും,
ഈ ഹമാസ് ഇല്ലേ, ഹമാസിൻ്റെ തീവ്രവാദികളിൽ കുറേ പേരെങ്കിലും പാകിസ്ഥാനിലുണ്ട്, അവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ലോകത്ത് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമാസിൻ്റെ തീവ്രവാദികൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ പോയി ആക്രമിക്കുമെന്ന് പറഞ്ഞില്ലേ ഇസ്രയേൽ. അപ്പോൾ ആ ഇസ്രയേലിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പക്ഷെ അത് പ്രയോഗത്തിലെത്തിക്കാൻ കഴിയില്ല. എന്താ കാര്യമെന്നറിയാമോ? വേണ്ടത്ര സൈനിക ശക്തി ഇവർക്കില്ല. ചില പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തിക സഹായം. കാരണം പാകിസ്ഥാനിൽ ആണവ കേന്ദ്രം നിർമ്മിക്കാൻ പോയപ്പോൾ തന്നെ സാമ്പത്തിക സഹായം നൽകിയത് സൗദി അറേബ്യ. കഴിഞ്ഞ കുറേ കാലമായിട്ട് പാകിസ്ഥാന് സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായം തന്നെയാണ് അവർ ലക്ഷ്യം. അതുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങൾ തരാമെന്നാണ്. ഒരുപക്ഷെ അണുവായുധമുള്ള ഏക മുസ്ലിം രാജ്യം പാകിസ്ഥാനാണ്. അതുകൊണ്ടായിരിക്കാം പാകിസ്ഥാനുമായിട്ട് അങ്ങനെ ഒരു ടൈപ്പിന്. അല്ല, ഇറാനില്ലേ? ഇല്ല, അവർ പ്രഖ്യാപിത രാജ്യങ്ങളിലൊന്നും പാകിസ്ഥാൻ അല്ല, അവർക്കും ഉണ്ട്. അല്ല, ഇറാൻ എന്ന് പറയുന്നത് ഷിയ രാജ്യമാണ്. സൗദി എന്ന് സുന്നി. പാകിസ്ഥാൻ സുന്നിയാണ്. അപ്പോൾ ഒരു സുന്നി രാജ്യം, ഞമ്മൻ്റെ സ്വന്തം രാജ്യത്തുള്ളത് അത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ ഈ പരസ്പര ഷെയറിംഗ് ഒക്കെ പറയുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ സൗദിയുടെ ഒരു പിന്തുണയൊക്കെ കിട്ടും, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, വഹാബിസത്തെ ഈ സൗദി ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരുന്നാലേ ആ വഹാബിസ്റ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം നടന്നാൽ തീർച്ചയായിട്ടും പ്യുവർ ഇസ്ലാമാണല്ലോ. ആ പ്യുവർ ഇസ്ലാമിൻ്റെ പ്രവൃത്തി വരുന്ന സമയത്ത് അവിടെ ആദ്യം തകർക്കപ്പെടാൻ പോകുന്നത് സൗദി രാജവംശമായിരിക്കും. കാരണം രാജവാഴ്ച ഖുറാനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള കൂട്ടുകെട്ട് ആ രാജവംശത്തിൻ്റെ വേരിറക്കുമെന്നാണ് സാർ പറയുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം വഹാബിസത്തിന് വേണ്ടിയിട്ടും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആ തീവ്രവാദികൾ ഏത് സമയത്ത് ഇവർക്കെതിരെയും തിരിയല്ല. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത് വിഷമുള്ള പാമ്പിനെ വീട്ടിൽ വളർത്തുന്നത് പോലെയാണ്. അവൻ മറ്റവനെ മാത്രമേ കടിക്കുമെന്നില്ല, നിങ്ങളെയും കടിക്കാം. അപ്പോൾ വിഷപ്പാമ്പിനെ വീട്ടിൽ വളർത്തുന്ന യജമാനൻ്റെ അവസ്ഥയിലാണ് അതിരിക്കുന്നത്. കാരണം തീവ്രവാദികളെ ആരെല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ, സ്വന്തം രാജ്യത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും ആ തീവ്രവാദം കൊണ്ട് തന്നെ ആ രാജ്യം നശിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നശിച്ചു പോകും, ഒരു സംശയവും വേണ്ട. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നത് തന്നെയാണ് അവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ പാകിസ്ഥാനിലെ ഈ തീവ്രവാദികളെ ജയ്ഷെ ഇ മുഹമ്മദ് പോലുള്ള തീവ്രവാദികളുടെ കേന്ദ്രമായിട്ടുള്ള, ഹമാസിൻ്റെ കേന്ദ്രമായിട്ടുള്ള, ലോകത്തിലെ ഇതര തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രമായിട്ടുള്ള, അവർക്ക് സുരക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് പണവും ആയുധവും എല്ലാം കൊടുത്ത് സഹായിക്കാം എന്ന് സൗദി അറേബ്യ തീരുമാനിക്കുന്നത് അവർക്ക് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.